നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് സ്റ്റോറേജ് തരാൻ പറ്റുന്ന കുറച്ച് ക്ലൗഡ് ആപ്ലിക്കേഷനെ പറ്റിയാണ്. നിങ്ങളുടെ ഫോണിൽ തീരെ സ്റ്റോറേജ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങളുടെ ഡേറ്റകളൊക്കെ ഒരിടത്തും പോകാതെ നിങ്ങളുടെ ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ്, ഫയൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഒരു ക്ലൗഡ് സോഫ്റ്റ്വെയറിലേക്ക് അപ്ലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ അത് സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഓരോരോ പലതരത്തിലുള്ള ക്ലൗഡ് സർവീസുകളുണ്ട്. അവർക്കെല്ലാം പലതരത്തിലുള്ള സ്റ്റോറേജ് അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. നമുക്ക് ഏറ്റവും അധികം പരിചിതമായ സംവിധാനമാണ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. ഗൂഗിൾ ഡ്രൈവ് നമുക്ക് ഓരോ അക്കൗണ്ടിൽ 15 GB വെച്ച് നമുക്ക് ഫ്രീ ആയിട്ടൊരു സ്റ്റോറേജ് തരുന്നുണ്ട്. ആ ഒരു സ്റ്റോറേജിൽ നിങ്ങൾ ഫോട്ടോസ്, വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പോലും നമുക്ക് കുഴപ്പമില്ല. കാരണം ആ ഒരു ഗൂഗിൾ ഡ്രൈവിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിലേക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ക്ലൗഡ് സർവീസുകളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഒരുപാട് ക്ലൗഡ് സർവീസുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. അത് ഞങ്ങൾ ചെയ്യേണ്ടതിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റിലും ഉണ്ടാകും. ആ ഒരു സൈറ്റിൽ പോയതിനു ശേഷം അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ പോയതിനു ശേഷം ലോഗിൻ ചെയ്യുക, ഫയൽസ് അപ്ലോഡ് ചെയ്യുക, അതിനകത്ത് സംവിധാനങ്ങളൊക്കെ വായിച്ച് നോക്കി കൃത്യമായിട്ട് ചെയ്യുക. കൂടുതലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ സോഫ്റ്റ്വെയർസിൻ്റെ പേരും അതുപോലെ തന്നെ അത് ഫ്രീ ആയിട്ട് തരുന്ന സൈസ് ഞാൻ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നതിൻ്റെ പേരാണ് സിങ്ക് എന്നാണ് അതിൻ്റെ പേര്. അത് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത് 5 GB ഉള്ള ഫ്രീ സ്റ്റോറേജാണ് നമുക്ക് തരുന്നത്. അതിന് മുകളിലേക്ക് നമുക്ക് എല്ലാത്തിനും നമുക്ക് മുകളിലേക്ക് പലതിനും ഇതിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന പലതിനും അതിന് ഫ്രീ ആയിട്ട് തരുന്നതിനേക്കാളും മുകളിലേക്ക് നമുക്ക് സ്റ്റോറേജ് വാങ്ങിക്കാനായിട്ട് സാധിക്കും പൈസ കൊടുത്ത്. പക്ഷേ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നു. രണ്ടാമത്തെന്ന് പറയുന്നത് ഐസ് ഡ്രൈവ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് 10 GB സ്റ്റോറേജ് ഈ ഒരു ക്ലൗഡ് സംവിധാനം നമുക്ക് തരുന്നുണ്ട്. അടുത്താണ് മെഗ എന്ന് പറയുന്ന ഒരു ക്ലൗഡ് സംവിധാനം. അത് വലിയൊരു ക്ലൗഡ് സർവീസാണ്. അത് 20 GB സ്റ്റോറേജാണ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. അപ്പോൾ മെഗ എന്ന് പറയുന്നതിൻ്റെ ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ വെബ്സൈറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതാണ് മെഗ എന്ന് പറയുന്നത്. അടുത്തതിൻ്റെ പേരാണ് പി ക്ലൗഡ് എന്ന് പറയുന്നത്. ഈ ഒരു സാധനം നമുക്ക് 10 GB ആണ് ക്ലൗഡ് സ്റ്റോറേജ് ഫ്രീ ആയിട്ട് തരുന്നത്. അതുപോലെ തന്നെ അടുത്തത് ഇൻ്റർനെക്സ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അത് 2 GB ആണ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. അടുത്താണ് വർക്ക് ഡ്രൈവ് എന്ന് പറയുന്നത്. അത് നമുക്ക് 20 GB സ്റ്റോറേജാണ് ഫ്രീ ആയിട്ട് തരുന്നത്. അതുപോലെ തന്നെ വൺ ഡ്രൈവ് മൈക്രോസോഫ്റ്റിൻ്റെ നമ്മുടെ വിൻഡോസിൻ്റെ ലാപ്ടോപ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വൺ ഡ്രൈവ് എന്ന് പറയുന്നൊരു ക്ലൗഡ് സംവിധാനം അതാണിത്. അത് 5 GB ഫ്രീ സ്റ്റോറേജാണ് നമുക്ക് അവർ തരുന്നത്. അത് അടുത്താണ് ഗൂഗിൾ ഡ്രൈവ്, നമ്മുടെ G ഡ്രൈവ് 15 GB സ്റ്റോറേജ് ഫ്രീ ആയിട്ട് തരുന്നു. അതുപോലെ തന്നെ അടുത്താണ് ഡ്രോപ്പ് ബോക്സ് എന്ന് പറയുന്നത്. അത് 2 GB ആണ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. അടുത്ത് ഐ ഡ്രൈവ്, അത് 5 GB നമുക്ക് സ്റ്റോറേജ് ഫ്രീ ആയിട്ട് തരുന്നു. അടുത്തത് ആമസോൺ ഡ്രൈവ് ആണ്. ആമസോൺ ഡ്രൈവ് നമുക്ക് 5 GB ആണ് നമുക്ക് സ്റ്റോറേജ് ഫ്രീ ആയിട്ട് തരുന്നത്. അതുപോലെ തന്നെ ബോക്സ് എന്ന് പറഞ്ഞൊരു ക്ലൗഡ് സംവിധാനമുണ്ട്. അത് 10 GB ആണ് നമുക്ക് തരുന്നത്. അടുത്തതാണ് ഐ ക്ലൗഡ്, നമ്മുടെ ഐഫോണിൻ്റെ സംവിധാനങ്ങൾ, ആപ്പിളിൻ്റെ സംവിധാനത്തിലൊക്കെയുള്ള ക്ലൗഡാണ്. അത് 5 GB സ്റ്റോറേജാണ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. അടുത്താണ് യാൻഡെക്സ് ഡിസ്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് 10 GB സ്റ്റോറേജ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. അടുത്താണ് മീഡിയ ഫയർ. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംവിധാനമായിരിക്കും മീഡിയ ഫയർ എന്ന് പറയുന്നത്. മീഡിയ ഫയർ 10 GB സ്റ്റോറേജാണ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. 1 TB വരെ എങ്ങാണ്ട് ഒരു അക്കൗണ്ട് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ അങ്ങാണ്ട് സാധിക്കും. അടുത്താണ് കൂഫർ എന്നാണ് അതിൻ്റെ പേര്. അത് 10 GB സ്റ്റോറേജ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നു. അടുത്താണ് ജംപ് ഷെയർ എന്ന് പറയുന്നത്. അത് നമുക്ക് 2 GB സ്റ്റോറേജ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നു. അപ്പോൾ ഈ ഒരു ക്ലൗഡ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഡേറ്റ നമുക്ക് ഫോണിലെ സ്റ്റോറേജ് കളയാതെ തന്നെ ക്ലൗഡിൽ അപ്ലോഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ടെലഗ്രാമും ഒരു ക്ലൗഡ് അധിഷ്ഠിത സേവനമാണ്. നമ്മൾ ടെലഗ്രാമിൽ കൂടെ ഒരു ചാനലിൽ ഈ ഫയൽസ് ഫുൾ എത്ര വേണമെങ്കിലും അപ്ലോഡ് ചെയ്ത് വെക്കാം. അതിന് ലിമിറ്റ് ഒന്നുമില്ല. എത്ര വേണമെങ്കിലും ഫയൽസ് നമുക്കൊരു ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്ത് വെക്കുക. ആ ഒരു ചാനൽ എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു ഫയൽസിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വേ. പക്ഷേ ഇതെല്ലാം സോഫ്റ്റ്വെയർസ് ആണ്. ഇത് നമുക്ക് അക്കൗണ്ട് വെച്ച് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്ലൗഡ് സ്റ്റോറേജ് സംവിധാനങ്ങൾ. ഇനി ഗൂഗിൾ ഡ്രൈവിനെ പറ്റി നല്ലൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് വീഡിയോ പെൻഡിങ് ഉണ്ട്. നമുക്ക് ക്ലാസ്സും പ്രൊജക്റ്റൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായി പോയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ ഡ്രൈവിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ താമസിച്ചാൽ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അതുവരേക്കും ബൈ.